കുറച്ച് പേര് തലവേദനയുടെ കൂടെ കഴുത്ത്, ബാക്കിന്റെ അപ്പർ പോർഷൻ, പുറം ഈ ഭാഗത്തൊക്കെ വേദന പറയും. കുറെ നേരം ഇരിക്കുന്ന ആൾക്കാർ ഒരു ലോങ് ടൈം കമ്പ്യൂട്ടറിലേക്ക് നോക്കി ജോലി ചെയ്യുക, ഡ്രൈവ് ചെയ്യുക, കണ്ടിന്യൂസ് ആയി ഇരുന്ന് വായിക്കുക, പഠിക്കുക, ഇങ്ങനെയുള്ളവരിലാണ് ഇത്തരം തലവേദന കൂടുതലായി കാണാറുള്ളത്. ഈ പെയിൻ പതിയെ തലേന്റെ ബാക്കിലേക്ക്, പിന്നീട് അവിടുന്ന് മുകളിലൂടെ ഫ്രണ്ടിലേക്ക്, അല്ലെങ്കിൽ ചെവിന്റെ ഭാഗത്തൂടെ തലേന്റെ സൈഡിലേക്കും മുഖത്തേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല. ചില കേസിൽ ടെൻഷൻ ഹെഡേക്ക്, ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ സ്കാൽപ്പിന്റെ മസിൽസിന് വരുന്ന ടെൻഷൻ കൊണ്ട് തലവേദന ഉണ്ടാവാം. കഴുത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സെർവൈക്കോജനിക് ഹെഡേക്ക് വരാം. ഇനി മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ പോലും ഇത്തരം കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫ്രീക്വന്റ് ആയി തലവേദന വരുമ്പോൾ അതെന്തുകൊണ്ടെന്ന് കറക്റ്റായി കണ്ടെത്തി അതിനാണ് ചികിത്സിക്കേണ്ടത്. ഇങ്ങനെയുള്ള കേസിൽ മെഡിസിൻസ് കഴിക്കുന്നതിനോടൊപ്പം കഴുത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴുത്തിന്റെ എല്ലുകൾക്കുള്ള തേയ്മാനം, ഡിസ്ക് ബൾജ് ചെയ്ത് വരിക, ഇത്തരം കണ്ടീഷൻസിലൊക്കെ അത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ്, നെക്ക് പില്ലോ, നെക്ക് ബാൻഡ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരാം. ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ചെയ്യേണ്ടി വരാം. ഇപ്പോൾ കഴുത്തിന്റെ ബാക്കിന്റെ അപ്പർ പോർഷനിലൊക്കെ ഉള്ള സെർവൈക്കൽ മസിൽസ് വീക്ക് ആണെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യേണ്ട രീതിയിലുള്ള എക്സസൈസ് വേണ്ടി വരും. ഇങ്ങനെയൊരു ട്രീറ്റ്മെന്റ് പ്ലാനിലൂടെ മാത്രമാണ് ഇത്തരം ബുദ്ധിമുട്ടൊക്കെ കുറയുക.